Hi dears, welcome back to my channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഗോതമ്പ് പൊടി വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കലത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ സാധാരണ അരി വെള്ളത്തിൽ കുതിർത്തിട്ടും അരിപ്പൊടി വെച്ചിട്ടൊക്കെ കലത്തപ്പം തയ്യാറാക്കി എടുക്കാറുണ്ട്. എന്നാൽ ഇതുപോലെ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഒരു തവണ എന്തായാലും നിങ്ങൾ തയ്യാറാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് കിട്ടുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ആരെടുത്തിട്ടൊക്കെ ഇത് കിട്ടും. അപ്പോൾ ഞാനിവിടെ റേഷൻ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ആട്ടപ്പൊടി എടുത്തിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഗോതമ്പ് പൊടി വെച്ചിട്ടും ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഞാനിവിടെ കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉൾഭാഗം നല്ല ഇതളിതളായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വെറും മിനിറ്റുകൾ കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഗോതമ്പ് പൊടി വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തായാലും തയ്യാറാക്കി നോക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം കൂടെയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിനു വേണ്ടി ഇവിടെ ഞാൻ ഒരു കപ്പ് അളവിൽ ഗോതമ്പ് പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി വെച്ചിട്ട് ഒരു കലത്തപ്പം തയ്യാറാക്കി എടുക്കാൻ കറക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 2-3 ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് മാവും കൂട്ടിയെടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ ഒരു കപ്പ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇനി ഇത് നമുക്ക് മിക്സിയുടെ ഒരു ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടി ഏത് കപ്പിലാണോ അളന്നെടുക്കുന്നത് അതിന് കറക്റ്റായിട്ട് തന്നെ വെള്ളം അളന്നെടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് 1.25 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഗ്ലാസ്സിലൊക്കെയാണ് അളന്നെടുക്കുന്നതെങ്കിൽ ഒരു ഗ്ലാസ് പൊടിക്ക് 1.25 ഗ്ലാസ് വെള്ളം എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു സ്പൂണോ ഫോർക്കൊക്കെ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ ഒരു ഗോതമ്പ് പൊടി അടിയിൽ ഒട്ടി പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങ ചിരവിയതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയും മതി കേട്ടോ, ഒരുപാട് തേങ്ങ ചേർത്ത് കൊടുക്കരുത്. 2 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 നുള്ള് സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോഴും ഇതുപോലെ 2 നുള്ള് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്ക പൊടിച്ച് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഈ ഒരു സമയത്ത് 2 ഏലക്കായ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നല്ലപോലെ അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ സാധാരണ അരിപ്പൊടി വെച്ചിട്ടോ അരി വെച്ചിട്ടോ ഒക്കെ കലത്തപ്പം തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ ഒരല്പം ചോറും കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ഗോതമ്പ് പൊടി വെച്ചിട്ട് തയ്യാറാക്കി എടുക്കുമ്പോൾ നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും കിട്ടുക. ചോറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓവറായിട്ട് സോഫ്റ്റ് ആയിട്ട് പോട്ടോ. അപ്പോൾ ചോറ് ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ഇതിവിടെ നല്ലപോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് ശർക്കരപ്പാനി തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ മാവ് തയ്യാറാക്കി വെക്കണം കേട്ടോ. കാരണം നമുക്കിതിലേക്ക് ചൂടോടുകൂടി തന്നെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം. അതിനുവേണ്ടി ആദ്യം തന്നെ ഇതുപോലെ മാവ് തയ്യാറാക്കി വെക്കുക. ഇനി നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുപോലെ വലിയ ശർക്കരയാണ് ഉള്ളത്. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു 4-5 പീസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൊടി എടുത്ത അതേ കപ്പ് തന്നെ ഒരു 1/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് വെള്ളം കൂടി പോകരുത്. പിന്നെ ശർക്കരപ്പാനി കൂടെ നമ്മൾ മാവിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ മാവ് ഒരുപാട് ലൂസായിട്ടുണ്ടെങ്കിൽ നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല. അപ്പോൾ ഈ ഒരു ശർക്കരപ്പാനി ഇവിടെ തിളച്ച് വരുന്നുണ്ട്. കുറച്ച് സമയം കൊണ്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് അരിച്ചിട്ട് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ശർക്കരയൊക്കെ നന്നായിട്ട് തന്നെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടുകൂടി ഒരു അരിപ്പയിലൂടെ ഈ ഒരു മാവിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം. നല്ല തിളച്ച ശർക്കരപ്പാനി ആയത് കാരണം അപ്പം തന്നെ ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ആ ഒരു ചൂട് കൊണ്ട് നമ്മുടെ ഈ ഒരു ഗോതമ്പ് പൊടി ഒന്ന് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഞാൻ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കർ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ 5 ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കപ്പ് അളവിൽ മാവൊക്കെ വെച്ച് തയ്യാറാക്കി എടുക്കുമ്പോൾ നിങ്ങൾ ഒരു 3 ലിറ്ററിൻ്റെ കുക്കറൊക്കെ എടുത്തിട്ട് തയ്യാറാക്കി എടുത്താൽ മതി. അപ്പോഴാണ് നമുക്ക് കലത്തപ്പം നല്ല പോലെ പൊങ്ങി കിട്ടുക. ഇത് കുറച്ച് വലിയ കുക്കറായത് കാരണം നമ്മുടെ കലത്തപ്പം കുറച്ച് ഉയരം കുറഞ്ഞിട്ടാണ് കേട്ടോ ഉണ്ടാവുക. നന്നായിട്ട് പൊങ്ങി കിട്ടണമെങ്കിൽ കുറച്ച് ചെറിയ കുക്കർ എടുത്തിട്ട് തയ്യാറാക്കി എടുക്കാം.
ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഓയിൽ വെച്ചിട്ടോ വെളിച്ചെണ്ണ മാത്രം വെച്ചിട്ടോ ഒക്കെ ഇത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതിവിടെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ കുറച്ച് തേങ്ങാക്കൊത്ത് റെഡിയാക്കി വെച്ചിരുന്നു. അത് ഈ ഒരു നെയ്യിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്തെല്ലാം ഇവിടെ നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്കൊന്ന് കോരി മാറ്റി വെക്കാം. നമുക്ക് കലത്തപ്പത്തിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒരു 1/4 ഭാഗത്തോളം കോരി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഇച്ചിരി അതിൽ കിടപ്പുണ്ട്, അത് കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ചൂടോടുകൂടിയാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു കുക്കറുള്ളത്. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മാവ് പതുക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കോരി മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു തേങ്ങാക്കൊത്തൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ പതുക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ല ശക്തിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മാവിനുള്ളിലേക്ക് ഇറങ്ങിപ്പോവും. അപ്പോൾ ഇതുപോലെ പതുക്കെ പതുക്കെ ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 മിനിറ്റ് നേരം ഇതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ കിടക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇതുപോലെ ഇങ്ങനെ ബബിൾസ് പോലെ കാണുന്നില്ലേ, അതുപോലെ വരും. ആ ഒരു സമയത്താണ് നമുക്കിത് അടച്ച് വെക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ കുക്കറൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കുക്കറിൻ്റെ വിസിൽ ഊരി മാറ്റണം കേട്ടോ. ഇനി നമുക്ക് തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിലാക്കി വെക്കരുത് കേട്ടോ. ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അടിഭാഗം മാത്രമേ വെന്ത് കിട്ടുള്ളൂ, മുകൾ ഭാഗം വേവാതെ ഇങ്ങനെ കിടക്കും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലാക്കി വെക്കരുത്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 7 മിനിറ്റാണിത് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഒരു 7 മിനിറ്റൊക്കെ കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ഈ ഒരു വിസിലിൻ്റെ ഭാഗത്തിലൂടെ ഇങ്ങനെ ആവി വരാൻ തുടങ്ങും. ആ ഒരു സമയം വരെ നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ കത്തിച്ച് വെക്കാം. ചില കുക്കറിൻ്റെ ഒക്കെ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ആവി വരാൻ തുടങ്ങും കേട്ടോ. അങ്ങനെയുള്ള കുക്കറാണെങ്കിൽ ആ ഒരു ആവി വരുന്ന സമയം തൊട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കാം. അതല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വെച്ചിട്ട് തന്നെ 7 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ 7 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് മാറ്റി വെക്കാം. അപ്പോൾ തന്നെ തുറന്ന് നോക്കരുത് കേട്ടോ. നമ്മൾ കുറച്ച് സമയം ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു കുക്കറിൻ്റെ ചൂട് കടന്നിട്ട് ഇതിൻ്റെ ഉൾഭാഗവും പുറം ഭാഗമൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് നന്നായിട്ട് കിട്ടും. അപ്പോൾ ചൂടോടുകൂടി തുറന്ന് നോക്കാൻ പാടില്ല. കുറച്ച് സമയം ഒരു 15 മിനിറ്റെങ്കിലും കഴിഞ്ഞിട്ട് വേണം തുറന്ന് നോക്കാൻ. അപ്പോൾ ഇതിവിടെ നല്ലപോലെ ചൂടാറിയിട്ടാണ് ഞാനിവിടെ തുറന്നിട്ടുള്ളത്. ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് സൈഡൊന്നും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടുവിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊരു പ്ലേറ്റിലേക്കൊന്ന് കമഴ്ത്തി കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ 5 ലിറ്ററിൻ്റെ കുക്കറായത് കാരണം ഒരുപാടൊന്നും പൊങ്ങി വന്നിട്ടില്ല. പക്ഷേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ കുക്കറാണെങ്കിൽ നമുക്ക് വട്ടം കുറവായിട്ട് നല്ല ഉയരത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യുമ്പോഴാണല്ലോ കാണാനൊക്കെ ഒരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഇതിവിടെ കുറച്ച് പൊക്കം കുറവാണ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ തയ്യാറാക്കി നോക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാനും പറ്റും. കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് 4 മണി പലഹാരം റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു കലത്തപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് അറിയിക്കണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്